ബാലപാഠങ്ങൾ പഠിക്കേണ്ട സമയത്ത് വൈരാഗ്യബുദ്ധിയും ആക്രമണ മനോഭാവവും കൊണ്ട് നടക്കുന്ന ഒരു യുവതലമുറയുടെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. വിദ്യാർത്ഥി സംഘർഷങ്ങളിൽ നിയമം പറയുന്നതെന്ത് നോക്കാം. ക്രൈം വാച്ചിലെ പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് അവർ തമ്മിലുള്ള വലിയ ശത്രുതയിലേക്കും കൂട്ടം ചേർന്നുള്ള ആക്രമണങ്ങളിലേക്കും വഴിതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്? ഒരുപക്ഷെ ലഹരി ആയിരിക്കാം, വിദ്യാർത്ഥികൾക്കിടയിലുള്ള അമിതമായ ലഹരി ഉപയോഗങ്ങളായിരിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിയമപരമായിട്ടുള്ള ഇതിനൊക്കെ ശിക്ഷയുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലാത്തതായിരിക്കാം. രണ്ടും അടിയന്തരമായി തടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗങ്ങൾ വിദ്യാർത്ഥികളെ ചെന്നെത്തിക്കുന്നത് വലിയ പടുകുഴിയിലേക്കാണ്. അതുപോലെ തന്നെ നിയമപരമായി ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു ധാരണ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ, വിദ്യാർത്ഥി ആയതുകൊണ്ട് നിയമം എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ധാരണ ഏതെങ്കിലും വിദ്യാർത്ഥിക്കുണ്ടെങ്കിൽ അതൊരു വളരെ തെറ്റായ ബോധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്നവരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നിയമം നൽകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള പരിരക്ഷയും എല്ലാ കാര്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് നിയമം നൽകുന്നുണ്ട്. എന്നതിനർത്ഥം ഒരു വിദ്യാർത്ഥി ഒരു കുറ്റം ചെയ്യുമ്പോൾ, 18 വയസ്സിന് താഴെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു കുറ്റം ചെയ്യുമ്പോൾ അത് കുറ്റകൃത്യമാവുന്നില്ല എന്നല്ല. അത് കുറ്റകൃത്യമായി തന്നെ അത് സാധാരണ അഡൽറ്റിൽ നിന്നും മാറി വിദ്യാർത്ഥിയെ പരിഗണിക്കേണ്ട രീതിയിലേക്ക് പരിഗണിച്ച് കോടതി നടപടികൾ ആ വിദ്യാർത്ഥി നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെയാണ് നാളെ ആ വിദ്യാർത്ഥി എത്തിച്ചേരുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു കേസിൽ പെടുമ്പോൾ, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ, അത് കേസായി രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നീടുള്ള 3, 4, 5, 6 വർഷങ്ങൾ ആ വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ ചെറുതായിരിക്കില്ല. കോടതി നടപടികൾ നേരിടേണ്ട ഒരു വിദ്യാർത്ഥി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടതിയിൽ ഹാജരാവേണ്ടത് സ്വന്തം രക്ഷിതാവിനൊപ്പമായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥി മാത്രമല്ല, കുറ്റകൃത്യം ചെയ്യുന്ന ആ വ്യക്തി മാത്രമല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കപ്പെടുന്നത്, അവരുടെ വീട്ടുകാർ മൊത്തമാണ്. പിന്നെ 18 വയസ്സിനൊക്കെ ആ സമയത്തൊക്കെ പോയി ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും ഫ്രൂട്ടിഫുള്ളായി ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഏറ്റവും ഫ്രൂട്ടിഫുള്ളായി ഉപയോഗിക്കേണ്ട ആ വർഷങ്ങൾ മുഴുവൻ കോടതി കയറി ഇറങ്ങി ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. പിന്നീട് ഒരുപക്ഷെ ജീവിതം തിരിച്ചു പിടിക്കാൻ, ഒരുപക്ഷെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ, ഹീറോയിക് പരിവേഷം നൽകാനൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രഹസനങ്ങൾ പിന്നീട് ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ലൈക്കുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകളും നമ്മളെ സഹായിക്കില്ല. ഒരു വിദ്യാർത്ഥി കുറ്റം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അത് കുറ്റം തന്നെയാണ്. അത് വിദ്യാർത്ഥിയുടെ രീതിയിലേക്കുള്ള, അതൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലുള്ള എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് മാത്രം പരിഗണിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്ന് മാത്രമേ വ്യത്യസ്തമായിരിക്കുന്നുള്ളൂ. അത് കുറ്റമായി തന്നെ പരിഗണിക്കപ്പെടും. അതിനുള്ള യഥാർത്ഥ ശിക്ഷ തന്നെ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ ജീവിതം ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തന്നെ ചെന്ന് എത്തുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.